ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഡൊണറ്റ് തയ്യാറാക്കിയാലോ. ആപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഡൊണറ്റ് തയ്യാറാക്കുന്നത്. മക്കളുടെ ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണല്ലേ ഡൊണറ്റ്. അവർക്ക് എവിടെ കണ്ടാലും ഡൊണറ്റ് വേണം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ശേഷം 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നന്നായി അലിഞ്ഞു വരട്ടെ. നമുക്കൊരു 10 മിനിറ്റിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം അതേ കപ്പിൽ തന്നെ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പാണ് ഇതിൻ്റെ കണക്ക്. ഞാൻ പിന്നെ ബാറ്ററിനനുസരിച്ച് ചേർത്തതാണ്. ഇങ്ങനെ നന്നായി കട്ടയില്ലാതെ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 40 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ആപ്പിൾ എടുത്ത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു അടപ്പ് വെച്ച് നടു കട്ട് ചെയ്ത് ഡൊണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ പിൻ ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ ബാറ്ററിലിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കാം. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഡൊണറ്റ് മാറ്റിയെടുക്കാം കേട്ടോ. എല്ലാ ഡൊണറ്റും ഇതുപോലെ പൊരിച്ചെടുക്കാം. നന്നായി ഫ്രൈ ചെയ്ത് വരട്ടെ. ഒരു ഭാഗം ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതെ നോക്കണേ. ഞാൻ ടൂത്ത് പിക്ക് എല്ലാത്തിലും പിൻ ചെയ്യാതെ ഇതുപോലെയും ചെയ്ത് നോക്കി. ഇങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഡൊണറ്റൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ശേഷം ഒരു പീസ് ഡാർക്ക് ആൽമണ്ട് എടുത്ത് ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം തണുത്ത ഡൊണറ്റ് ചൂടോടുകൂടി കോട്ട് ചെയ്യരുത്. എല്ലാം ഇതുപോലെ ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കാം. ഷുഗർ ബോൾസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഇല്ലാതെ കഴിക്കാൻ നല്ല രുചിയാണ്. മക്കൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സ് കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവരെന്തായിരിക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.